പ്രിയമുള്ളവരെ നമസ്കാരം. ഒരു മാസം മുമ്പ് 1 മണിക്കൂറിനുള്ളിൽ ഞാൻ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ നിന്നും ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്. എന്താ മക്കളെ ചാടി എൻജോയ് ചെയ്താ കേട്ടോ. ശരി. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. എന്താ സംഭവം പറ കേക്കട്ടെ. ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചു അവിടെ വെച്ചിട്ടുണ്ട്. എന്റെ ഒരു അമ്മായി അതെ പൂർണ്ണ ഗർഭിണി എന്ന് കേക്ക്. പൂർണ്ണ ഗർഭിണി എന്നിട്ട് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് എന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം. അങ്ങനെ അഖിൽ മാരാർ വീണ്ടും ബഹിരാകാശത്തേക്ക് പോയി. ഇനി കുറച്ചു കാലത്തേക്ക് മൂപ്പരെ നോക്കണ്ട. അതിന് സോഷ്യൽ മീഡിയ സമ്മതിക്കില്ല. എന്റെ കൂടെ കൂടിയ ജീവിതം പാഴാകില്ലടി, നന്നാവുകയുള്ളൂ. പാവം ലക്ഷ്മി ചേച്ചി ഏട്ടൻ ഓരോരോ മണ്ടത്തരം പറഞ്ഞതിന് പെണ്ണുങ്ങൾ മുഴുവൻ ചേച്ചിയോടാണ് ചോദിക്കുന്നത്. പ്രസവിക്കാൻ ഇത്രയും സുഖമായിരുന്നോ ചേച്ചി? നെല്ല് കുത്തിക്കൊണ്ടിരുന്ന പ്രസവവേദന വന്നത്. ആ ഒലയ്ക്ക് അങ്ങോട്ടൊന്ന് ചാരി വെച്ചിട്ട് അപ്പുറത്തെ മുറി പോയി കുഞ്ഞിനെ പെറ്റിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒറ്റ ചോദ്യ എന്താണ് ആ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണമെന്ന്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മാരാര് ട്രെൻഡിംഗ് ആണ്. പ്രസവം അത്ര സുഖമുള്ള പണിയല്ല. അത് സ്വന്തം ഭാര്യയോട് ചോദിച്ചാൽ അറിയാം. ചുമ്മാ വായിൽ തോന്നി വിളിച്ചു പറഞ്ഞിട്ട് ആളാവാൻ നോക്കുന്നതാണ്. അഖിൽമാരുടെ പ്രസ്താവനയ്ക്കെതിരെ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി വനിതാ ഡോക്ടർ വസ്തുതാവിരുദ്ധ പരാമർശങ്ങൾ നടത്തി സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുകയും ചികിത്സാ രീതികളെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്ത അഖിൽമാരാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് ഡോക്ടർ പ്രതിഭ പരാതി നൽകിയത്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. ഇനിയിപ്പോ തിരഞ്ഞെടുപ്പ് ഫലം കൂടി വരാനുണ്ട്. അതെങ്ങാനും മാരാര് തോറ്റാൽ പിന്നെ ട്രോളുകൾ കൊണ്ട് പൂരമായിരിക്കും. മാരാര് പ്രസവത്തെക്കുറിച്ച് പറഞ്ഞത് ശരിയാണോ? ഈ സംഭവത്തിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റുകളായി രേഖപ്പെടുത്തുക.